സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായുള്ള ചർച്ചകളിൽ ഒഴിവാക്കപ്പെട്ടതിൽ വീരസോബായി കെ മുരളീധരൻ. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നിന്നും തന്നെപ്പോലെയുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടും പരാതി പറയാത്തത് പാർട്ടി ഇപ്പോൾ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നതുകൊണ്ടെന്നായിരുന്നു മുരളീധരന്റെ പരാമർശം. ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി. ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ. കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. അപ്പൊ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം, ഇലക്ഷൻ ജയിക്കണം. ആ ലക്ഷ്യത്തിലാണ് പാർട്ടി പോകുന്നത്. മഹാപഞ്ചായത്തിൽ തരൂരിന്റെ പേര് പരാമർശിക്കാത്തതിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി നേരിട്ട് തരൂരുമായി സംസാരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. തരൂരിന് പ്രയാസമുണ്ടായാൽ ഗൌരവമായി പാർട്ടി കാണും. അദ്ദേഹത്തിന്റെ പ്രയാസം പരിഹരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മഹാപഞ്ചായത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അതല്ലാതെ ശ്രീ ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിന്റേതായിട്ടുള്ള ഗൌരവത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി എന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുന്ന. തരൂരുമായി സിപിഎം ചർച്ച നടത്തിയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടിയില്ല. പ്രചാരവേലകളിൽ കാര്യമായ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ആ ചോദ്യം അതാ പറഞ്ഞത്. ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ BJP മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം CPM-ഉമായിട്ട് ബന്ധപ്പെട്ടു പോവുകയാണ് എന്നുള്ള പ്രചാരവേലൊക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശശി തരൂരിനെ പോലൊരു നേതാവ് മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ലെന്ന് കെ മുരളീധരൻ. ശശി തരൂർ CPM-ഉമായി അടുക്കുന്നുവെന്ന വാർത്തയോടായിരുന്നു പ്രതികരണം. അദ്ദേഹത്തിനെ പോലൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ്. ആ കപ്പലിന്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കയറുന്നു പറഞ്ഞാൽ അത് ഏപ്രിൽ 1-ാം തീയതി മാത്രമേ പറയാനേ പറ്റൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൊഴിപ്പകർപ്പുകൾ ED-ക്ക് കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും. ED ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിൽ എത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ED തയ്യാറായതിനു പിന്നാലെ കേരളത്തിലും തമിഴ്നാട്ടിലടക്കം വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വീടുകളിലടക്കം സ്ഥാപനങ്ങളിലടക്കം ED-യുടെ റെയ്ഡ് നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ SIT-യിൽ നിന്നും മൊഴിപ്പകർപ്പുകളും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ED മുന്നോട്ട് വന്നിരിക്കുന്നത്. തുടക്കത്തിൽ ഇത് സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് അനാവശ്യമായ നിയമക്കുരുക്കളിലേക്ക് പോകണ്ട എന്ന് SIT തീരുമാനിക്കുകയും വരും ദിവസങ്ങളിൽ ഇതുമായി ചർച്ച നടത്താനുമാണ് ED-യുടെ തീരുമാനം. തിരുവനന്തപുരത്തെ SIT-യുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൊഴികളുടെ പകർപ്പ് SIT-യിൽ നിന്നും വാങ്ങുമെന്നാണ് ED-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ തുടങ്ങിയവരാണ് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൽ മുഖ്യർ. അവരുമായി ബന്ധപ്പെട്ട മൊഴികളായിരിക്കും കൂടുതലായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ED മൊഴി പകർപ്പുകൾ വാങ്ങുക. തുടർന്നായിരിക്കും അറസ്റ്റിലേക്കും തുടർന്ന് ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക. കാരണം SIT ഇപ്പോൾ 200-ലധികം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2ാമത്തെ കേസിലെ ഈ ഒരു ജാമ്യം, സ്വാഭാവിക ജാമ്യത്തിന് സമയമാവുകയാണ്. ആ സമയമാവുമ്പോഴേക്കും ED ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. എന്തു തന്നെയാണെങ്കിലും അന്വേഷണം തുടക്കത്തിൽ, അതായത് റെയ്ഡിൽ നിന്നും ആരംഭിച്ചിപ്പോൾ റെയ്ഡിലേക്ക് എത്തിയ അന്വേഷണം ഇപ്പോൾ മൊഴിപ്പകർപ്പുകൾ വാങ്ങുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കും, അതായത് സ്വാഭാവിക ജാമ്യം കിട്ടി
പുറത്തേക്ക് ഇറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇ ഡി അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ നേടി, ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കൈകളിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ എത്തിയിട്ടുണ്ട്, ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഏതൊക്കെ ഭാഗങ്ങൾ, അതായത് ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നടക്കമുള്ളത് ഇ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ വെളിവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.